ഹരി ഓം. 54-ാമത്തെ സ്തുതി ബ്രഹ്മസ്തുതി. ഇത് ഭാഗവതത്തിൽ 14-ാമത്തെ അധ്യായം 1 മുതൽ 40 ശ്ലോകം. വലിയ സ്തുതി ആയതുകൊണ്ട് ഞാനിതിനെ 2 പാർട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അഘാസുരവധം കഴിഞ്ഞ് വിശപ്പ് കൊണ്ട് വലഞ്ഞ കുട്ടികളെ കണ്ട് ഭഗവാൻ അവരോട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. അവർ സന്തോഷത്തോടെ പശുക്കുട്ടികൾക്ക് വെള്ളം കൊടുത്ത് ധാരാളം പച്ചപ്പുല്ലുള്ള സ്ഥലത്ത് മേയുവാൻ വിട്ട് ഭഗവാനൊത്ത് ഭക്ഷിക്കാനിരുന്നു. ഭഗവാൻ നടുവിൽ, കൂട്ടുകാർ 4 പുറവും. ഈ മട്ടിലാണ് അവരുടെ വനഭോജനം. യജ്ഞഭുക്കാണെങ്കിലും ബാലലീല തൽപരനായ ഭഗവാൻ സ്വർഗവാസികൾ ആശ്ചര്യകരമായി നോക്കി നിൽക്കുമ്പോൾ അരയിൽ മഞ്ഞപ്പട്ടുടുത്ത് അതിൽ ഓടക്കുഴൽ തിരുകിക്കൊണ്ട് വടി എന്നിവ ഇടത്തെ കക്ഷത്തിലും ഇടത്തെ കയ്യിലും വെച്ച് തൈർ കൂട്ടിയ ഉരുളയും ഭക്ഷണോചിതങ്ങളായ പഴങ്ങളും കൊണ്ടാട്ടവും വിരലുകളുടെ സന്ധിയിൽ വെച്ചും നടുക്കിയിരുന്ന് മറ്റുള്ളവരെ നേരം പോക്കുകൊണ്ട് ചിരിപ്പിച്ചും യഥേഷ്ടം ഭക്ഷിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും തങ്ങളുടെ രുചിവിശേഷം കാണിച്ചും ചിരിച്ചും മറ്റുള്ളവരെ ചിരിപ്പിച്ചും ഭഗവാനുമൊത്ത് ഊണ് കഴിക്കും. അവർ ഊണ് കഴിക്കുമ്പോൾ പശുക്കൾ മേഞ്ഞുകൊണ്ട് അതിദൂരം പോയി. പശുക്കുട്ടികളെ കാണാനില്ല എന്നറിഞ്ഞ് ഭഗവാൻ, ഞാൻ പോയി നോക്കി വരാം, നിങ്ങൾ ഊണ് കഴിക്കുകയും എന്ന് പറഞ്ഞ് കയ്യിൽ ചോറുരുളയുമായി നടന്നു. ഒരിടത്തും പശുക്കുട്ടികളെ കാണാതെ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഉണ്ടുകൊണ്ടിരുന്ന ഗോപന്മാരെയും കാണാനില്ല. അഘാസുര നിഗ്രഹം കണ്ട് ബ്രഹ്മാവ് ആശ്ചര്യപ്പെട്ട് വീണ്ടും ലീലകൾ കാണാനുള്ള താല്പര്യത്താൽ പശുക്കളെ ആദ്യം മറച്ചു. കൃഷ്ണൻ ഓടിപ്പോയ സമയത്ത് ഗോപന്മാരെയും തൻ്റെ മായയാൽ മറച്ചതാണെന്ന് ഭഗവാന് മനസ്സിലായി. എത്ര പശുക്കുട്ടികളുണ്ടോ, എത്ര ഗോപകുമാരന്മാരുണ്ടോ, അത്രയും പശുക്കുട്ടികളും ഗോപകുമാരന്മാരുമായി ഭഗവാൻ. അവരുടെ കയ്യിലുള്ള കൊമ്പ്, കുഴൽ മുതലായതും ഭഗവാൻ തന്നെ. എന്നിട്ട് താനും താനായ പശുക്കളും താനായ ഗോപന്മാരുമായി വ്രജത്തിലേക്ക് തിരിച്ചു പോന്നു. ഓരോരുത്തരും മുന്നുണ്ടായിരുന്നത് പോലെ തന്നെ കാണപ്പെട്ടതിനാൽ ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല. ഇങ്ങനെ 1 കൊല്ലം അവസാനിക്കാറായി. കൃഷ്ണനും രാമനും കൂടി ഒരു ദിവസം ഗോവർദ്ധന സാനുവിൽ ചെന്ന് അപ്പോൾ അവിടെ പശുക്കളെ കണ്ടു. ഗോപന്മാർ വന്ന് അവയെ ഗോകുലത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോയി. തിരിച്ചു വരും വഴി തൻ്റെ കൂട്ടുകാർ പഴയപടി ഇരിക്കുന്നത് കണ്ടു. ബലരാമന് മാത്രം ഇവിടെ അസാധാരണത്വമുള്ളതായി കണ്ടുപിടിച്ചു. കൃഷ്ണനോടൊപ്പമുള്ള ബാലന്മാർ മുഴുവൻ കൃഷ്ണൻ തന്നെ എന്ന് മനസ്സിലാക്കി. ബ്രഹ്മാവാകട്ടെ താൻ മറച്ചുവെച്ച ഗോപാദികളെ ഒരിടത്തു കണ്ടു. അവരെ തന്നെ വേറെ ഭഗവാനോടൊപ്പം കളിക്കുന്നവരായും കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് ഏതാണ് യഥാർത്ഥ ബാലന്മാരും പശുക്കളുമെന്ന് ബ്രഹ്മാവിന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ കൃഷ്ണനോടൊത്തുള്ളവർ മുഴുവൻ പീതാംബരധാരികളായി കാണപ്പെട്ടു. പശുക്കളും കിടാങ്ങളും എല്ലാം വിഷ്ണുരൂപം ധരിച്ച് കണ്ടു. കണ്ടതു മുഴുവൻ വിഷ്ണുമയം. അത്ഭുതസ്തബ്ധനായ ബ്രഹ്മാവ് തൻ്റെ മായയെ മാറ്റി. അപ്പോൾ ചോറുരുളയും കയ്യിൽ പിടിച്ച് പശുക്കളെ നോക്കി ഓടുന്ന കണ്ണനെ കാണാറായി. ബ്രഹ്മാവ് ഉടനെ ഭൂമിയിൽ ഇറങ്ങി വന്ന് കൃഷ്ണന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാനെ നോക്കി ഗദ്ഗദ സ്വരത്തിൽ സ്തുതിച്ചു. നമുക്ക് സ്തുതി കേൾക്കാം. ബ്രഹ്മോവാച നൗമീഠ്യത്തെ ബ്രവപുഷേ തടിദംബരായ കുഞ്ചാവതം സപരിപിഞ്ചല സന്മുഖായ വന്യസൃജേ കവളവേത്ര വിഷാണവേണു ലക്ഷ്മശ്രിയേ ഋതുപദേ പശുപാങ്കജായ അസ്യാപി ദേവവപുഷോ മദനുഗ്രഹസ്യ ശ്വേത
इच्छामयस्य न तु भूतमयस्य कोऽपि नेशे महित्ववसतितुं मनसान्तरेण साक्षात्तवैव किमुतात्मसुखानुभूते ज्ञाने प्रयासमुदपास्य नमन्त एव जीवन्ति सन्मुखरितां भवतीयवार्ता स्थाने स्थिता श्रुतिगतान्तनुवाक्मनोभिर्ये प्रायशोचितचितोऽप्यसितैस्त्रिलोक्यां श्रेयश्रुतिं भक्तिमुदस्य ते विभो क्लिश्यन्ति ये केवलबोधलब्धये तेषामसौ क्लेशल एव शिष्यते नान्यद्यथा स्थूलतुषावघातिनां पुरेह भूमन् बहवोऽपि योगिनः त्वदर्पितेहा निजकर्मलब्धया विबुध्यभक्त्यैव कथोपनीतया प्रपेदिरञ्जोच्युतते गतिं पराम् तथापि भूमन्महिमा गुणस्य ते विभोद्धुमर्हत्यमलान्तरात्मभिः अविक्रियास्वानुभवादरूपदो ह्यनन्यबोध्यात्मतया न चान्यता गुणात्मनस्तेऽपि गुणान् विमातुं हितावतीर्णस्य कैशिरेस्य कालेन यैर्वा विमितासु कल्पैर्पूपांसवख्ये मिहिकाभ्युदाभासः तत्तेऽनुकम्पां स्वसमीक्षमाणो भुञ्जान एवात्मकृतं विपाकं हृद्वाक्वपुभिर्विदधन्नमस्ते जीवेदयो मुक्तिपदे सदाय भाक् पश्येशमेनार्यमनन्दाद्ये परात्मनि त्वय्यपि मायिमायिनी मायां विदत्येक्षितुमात्मवैभवम् ह्यहं कियानैच्छमिवार्चिरग्नो अतक्षमस्वाच्युतमे रजो भुवो ह्यजालदस्त्वत्प्रदगीशमानिना अजावलेपान्धतमोऽन्धचक्षुषा एषोऽनुकम्प्यो मयि नाथवानिति क्वाहं तमो महदहं चराग्निवार्भू संवेष्टिताण्डखडसप्तविधस्तिकाय केदृग्विधा विगणिताण्डपराणुचर्या वादाध्वरोमविवरस्य च ते महित्वम् उत्क्षेपणं गर्भगतस्य पादयो किं कल्पते माधुरधोक्षजागसे किमस्ति नास्ति व्यपदेशभूषितं तवास्ति गुक्षे कियदप्यनन्दः जगत्त्रयान्दोदधिसम्प्लवोदे नारायणस्योदरनाभिनाळाद् विनिर्गतोऽजस्ति वाग्नवैमृषा किं तीश्वरः त्वन्न विनिर्गतोऽस्मि नारायणस्त्वं न हि सर्वदेहिनानात्मास्यधि चाखिललोकसाक्षी नारायणोऽङ्गं नरभूजलायनात् तच्चापि सत्यं न तवैव माया तच्चेज्जलस्तं तव सज्जगद्बभू किं मे न दृष्टं भगवस्तदैव किं वा सुदृष्टं हृदि मे तदैव किं नो सपद्येव पुनर्व्यदर्शी अत्रैव मायाधमनावतारे ह्यस्य प्रपञ्चस्य बहिस्फुटस्य कृष्णस्य चान्तर्झठरे जनन्या माया त्वमेव प्रकटीकृतं ते यस्य उक्षाविदं सर्वं सात्मं भाति यथा तथा तत्त्वय्यपीहतः सर्वं किमिदं मायया विना अद्यैव त्वदृदेस्य किं मम न ते माया त्वमादर्शितम् एकोऽसि प्रथमं ततो व्रजसुहृत् वल्सा समस्ता अपि तावन्तोऽसि चतुर्भुजास्तदखिलैः साकं मयोपासिताः स्थावन्त्येव जगन्त्यभूस्तदमिदं ब्रह्माद्वयं शिष्यते अजानतान्तुत्पदवीमनात्मनि आत्मात्मना भासि विदत्य माया
സൃഷ്ടാവിവാഹം ജഗതോ വിധാനി ഇവ ത്വമേഷാമേഷോന്തൈവത്രിനേത്ര സുരേഷു ഋഷീഷ്വീശ തഥൈവ നൃഷ്വപി തിര്യക്ഷു യാദസ്വപി തേ ജനസ്യ ജന്മാ സദാം ദുർമദനിഗ്രഹായ പ്രഭോ വിധാതഃ സദനുഗ്രഹായ. ഹരി ഓം.